പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകം അത് അപ്പോസ്തല പ്രവൃത്തിയാണ്. അതിൻ്റെ ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത് ലൂക്കോസ് എന്ന വൈദ്യനാണ് എന്ന് അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസ് ഏതാണ്ട് 2 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത്. അതിൽ ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷവും മറ്റൊന്ന് അപ്പോസ്തല പ്രവൃത്തിയുമാണ്. ഒന്നാമത്തെ പുസ്തകം അഥവാ ലൂക്കോസ് സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെയും അവിടുത്തെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രസംഗങ്ങളെയും അത്ഭുതങ്ങളെയും ഒക്കെ വിവരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്ര പുസ്തകം തന്നെയാണ്. രണ്ടാമത്തേത് അപ്പോസ്തലന്മാരുടെ ചരിത്രം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പുസ്തകമാണ്. അതിനെ അപ്പോസ്തല പ്രവൃത്തികളെന്ന് വിളിക്കുകയാണ്. ഈ 2 പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ആണെങ്കിലും ഇത് ആർക്കോ വേണ്ടി എഴുതി അയച്ചു കൊടുത്ത ഒരു പുസ്തകമാണെന്ന് ആ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓരോ പുസ്തകത്തിൻ്റെയും അഥവാ ലൂക്കോസ് വിശേഷം 1-ാമത്തെ അധ്യായം 1-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യവും വായിക്കുമ്പോഴത്തേക്കും ഈ പുസ്തകം ആർക്കോ വേണ്ടി എഴുതിയതാണ് എന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ 2 പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നതെന്നാണ് ലൂക്കോസിൻ്റെ ഒരു അഭിപ്രായം. സ്വാഭാവികമായിട്ട് ദൈവശാസ്ത്ര ചിന്തകന്മാരുടെ ഇടയിൽ തെയോഫിലോസ് ആരാണ് എന്നുള്ളൊരു അന്വേഷണം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആരാണ് ഈ തെയോഫിലോസ് എന്ന് ഇന്ന് വരെയും ആർക്കും ഒരു കണ്ടെത്തലിൽ ഒരു കൺക്ലൂഷനിലെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിന്തകന്മാരുടെയും പണ്ഡിതന്മാരുടെയും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളിൽ തെയോഫിലോസ് മിക്കവാറും ഒരു റോമ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനോ മറ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യഹൂദ പ്രമാണിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു യവനനായിരിക്കുന്ന ഒരു പ്രമാണിയായിരിക്കാം. ഏതോ ഒരു ഉന്നത സ്ഥാനീയനായ ഒരു മനുഷ്യനാണ് തെയോഫിലോസ് എന്നാണ് എല്ലാ ആൾക്കാരും കരുതുന്നത്. അതുകൊണ്ടാണ് ശ്രീമാനായ തെയോഫിലോസെ എന്ന് ലൂക്കോസ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നതെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുകയാണ്. വാസ്തവത്തിൽ തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നോ, ആർക്ക് വേണ്ടിയിട്ടാണ് ലൂക്കോസ് ഇത് എഴുതിയത് എന്നുള്ളത് ലൂക്കോസിനും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും തീർച്ചയായിട്ടും നമുക്കതിനകത്ത് ഒരു കൺക്ലൂഷനിലെത്താനായിട്ട് കഴിയുന്നത് ആ പേരിൻ്റെ അർത്ഥം വച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം എന്നുള്ളതാണ്. തെയോഫിലോസ് എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ളതാണ്. തിയോസ് എന്നും ഫിലോസ് എന്നും 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് തെയോഫിലോസ് എന്ന പേര് ഉത്ഭവിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് പറ്റിയ ആരാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയമുളവാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ചിന്തകന്മാരുടെ ഒരു അഭിപ്രായത്തിൽ തെയോഫിലോസ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക നാമമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇടയിൽ എഴുത്തുകാരും പ്രഭാഷകരും ഒക്കെ ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. ഇവരുടെ ഈ എഴുത്തുകൾക്ക് അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾക്ക് അവരുദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടാകും. ആരുടെ അടുക്കലാണോ ഇത് എത്തിച്ചേരണമെന്ന് അവരാഗ്രഹിക്കുന്നത്, ആരായിരിക്കണം ഇത് കേൾക്കണം അല്ലെങ്കിൽ വായിക്കണം എന്നുള്ളത് അവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവർ ഉൾത്തടത്തിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. അവരിലേക്കാണ് ആ സന്ദേശം എത്തിച്ചേരണമെന്ന് ഈ പ്രഭാഷകരായിരുന്നാലും എഴുത്തുകാരായിരുന്നാലും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ലൂക്കോസും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ തെയോഫിലോസ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക നാമമാണ്. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന 2 പുസ്തകങ്ങളാണ് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എന്ന് ഈ ഒറ്റ പേര് കൊണ്ട് നമുക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ചിന്തകന്മാരുടെ ഏറെക്കുറെ ഒരു വാദമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ 2 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതെന്നാണ് ലൂക്കോസിൻ്റെ ഒരു അഭിപ്രായം. കാര്യം, അദ്ദേഹം ഈ പെടാപ്പാട് വിട്ടത്, ഈ അധ്വാനങ്ങളെല്ലാം ചെയ്തത് ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രരേഖകളും അപ്പോസ്തലന്മാരെക്കുറിച്ചുള്ള ചരിത്രരേഖകളും നമ്മുടെ അടുക്കൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത ഒരു എഫേർട്ടുണ്ട്, അദ്ദേഹം എടുത്ത ഒരു അധ്വാനമുണ്ട്. അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ എടുത്ത ഒരു എഫേർട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുകയാണ്. യേശുക്രിസ്തു ആരാണെന്നും സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നും പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരിലൂടെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും
നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മറന്നു പോകരുത്, അത് ഓർത്തിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ട് ഈ 2 പുസ്തകങ്ങളും ലൂക്കോസ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ അന്ത്യപ്രഭാഷണത്തിൽ പറയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണത്. ആ 15-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുകയില്ല. സ്വാഭാവികമായിട്ട് യജമാനന്മാർ ദാസന്മാരോട് പറഞ്ഞിട്ടല്ല എല്ലാ കാര്യവും ചെയ്യുന്നത്. യജമാനന്മാർ എല്ലാ കാര്യങ്ങളും ദാസന്മാരോട് പറയണമെന്നില്ല. ദാസന്മാർക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശു അതേ ഒരു സങ്കല്പത്തോടു കൂടിയാണ് പറയുന്നത്, നിങ്ങളെ ഇനി ഞാൻ ദാസന്മാരെന്ന് വിളിക്കത്തില്ല. കാര്യം എന്താണ്? യജമാനന്മാർ ദാസന്മാരോട് പറഞ്ഞിട്ടല്ല എല്ലാ കാര്യവും ചെയ്യുന്നത്. യജമാനന്മാർ എന്തൊക്കെയോ ദാസന്മാരിൽ നിന്ന് മറച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കാനായിട്ട് പോവുകയാണ്. കാര്യം പിതാവിൽ നിന്ന് കേട്ടത് ഒന്നും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളോട് മുഴുവനും അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ദാസന്മാരല്ല, മറിച്ച് നിങ്ങളെ ഇനി ഞാൻ സ്നേഹിതന്മാർ എന്ന് വിളിക്കും. അത് ഏറ്റവും വലിയൊരു പദവിയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്താണോ പിതാവിൽ നിന്ന് പ്രാപിച്ചത് അതെല്ലാം നമ്മളോട് അരുളി ചെയ്തു തരുവാനായിട്ട് ഇടയായിത്തീർന്നു, അറിയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നടന്ന ഏറെക്കുറെ കാര്യങ്ങളും അല്ല എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമുക്ക് അവിടുത്തെ അപ്പോസ്തലന്മാരിലൂടെ അവിടുത്തെ ശിഷ്യഗണങ്ങളിലൂടെ നമ്മളോട് അരുളി ചെയ്തു തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒന്നും കർത്താവ് മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിതന്മാർ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. ആരാണ് തെയോഫിലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് പറയുന്നതിനകത്ത് അല്പം പോലും ആശങ്കയില്ല. കാര്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനെ മറച്ചു വെക്കാതെ മറ്റുള്ളവരുടെ അടുക്കലേക്ക് അഥവാ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ അടുക്കലേക്ക് എത്തിച്ചേർക്കാനുള്ള ലൂക്കോസിൻ്റെ ഈ ശ്രമത്തെയാണ് തെയോഫിലസ് എന്നുള്ള ആ സാങ്കല്പിക നാമത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ടുണ്ടായ ഒരു ഛേദോവികാരം എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും അഥവാ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും നമ്മുടെ അടുക്കൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ ചിന്തകൾ നിങ്ങൾ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായതുകൊണ്ട് ദൈവം നിങ്ങളുടെ അടുക്കൽ ഈ ചിന്തകളെ അല്ലെങ്കിൽ ഈ വചനങ്ങളെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തിട്ടുള്ളത്. തെയോഫിലോസ് അതൊരു സാങ്കല്പിക നാമമാണ്. അപ്പോൾ തന്നെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ കണ്ണാടിയിലൂടെ കാണാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അത് നാം ആണ് എന്നുള്ളതാണ് ലൂക്കോസ് നമ്മളോട് പങ്കുവെക്കുന്ന ഏറ്റവും വലിയ ചിന്ത. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.